പല വീടുകളിലും മൊയ്തീൻ ശൈഖ് ആണ്ട് നടത്താറില്ലേ? എന്തുകൊണ്ട്? നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ്, എല്ലാവരുടെയും ഒരു ബാപ്പ പോലത്തെ ഒരാളല്ലേ ആര് പറയേ മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഇനി അത് അവിടെ മാത്രമല്ല, ഇനി ഒരുപാട് വീടുകളിൽ അതിന്റെ പരിപാടി നടത്തും. ബഹുമാനപ്പെട്ട സി എം വലിയുള്ള ആണ്ടാനുസ്മരണത്തെ ശവ്വാൽ മാസത്തിലാ അല്ലേ? പറ, ശവ്വാലില്ല. എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ ആണ്ടർതിയായി വീടുകൾ നടത്തുന്ന വീട് മലബാറിലുണ്ട്, കോഴിക്കോട് ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, വയനാട് ജില്ലയിലൊക്കെ ഞാനറിയുന്ന വീടുകളുണ്ട് അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആ ഊരൊക്കെ ഉണ്ട്. പല വീടുകളിൽ പല നാടുകളിലുണ്ട്, പല വീടുകളിലുണ്ട്, പല സ്ഥാപനങ്ങളിലുണ്ട്, പല പള്ളിയിലുണ്ട്, പല മദ്രസയിലുണ്ട്. മാവൂരൊക്കെ ഈ കൊല്ലം തന്നെ ഒരു പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട്, സി എമ്മിന്റെ അനുസ്മരണത്തിന്. അവരോ പാത്തായി കിടക്കുന്നത് എവിടെയാ? മടവൂര്. പക്ഷേ അവിടെയല്ല, ഒരുപാട് സ്ഥലങ്ങൾ നടക്കും. എന്തുകൊണ്ട്? അത്ര വലിയൊരു ബന്ധമാണ്. ഞാനിതെന്തിനാ പറയണെന്നറിയോ? ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഇന്ന് പൊട്ടിമുളച്ചതാ. പക്ഷെ നമ്മൾ നേരെ കാണുന്നത് വരെ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആണ്ട് പുതിയതാണെന്നാ. സത്യത്തിൽ ആണ്ടല്ല പുതിയത്, ആണ്ടിനെ എതിർക്കണതാ പുതിയത്. നല്ലോണം ചിന്തിക്കണം. നമ്മൾ നേരെ അതാ ചിന്തിക്കുക. ഉദാഹരണം ഞാനൊരു സംഭവം കൂടി പറഞ്ഞുതരാം. സൗദി അറേബ്യയിൽ പോകും ചില ആളുകൾ, നമ്മളൊക്കെ പോകും, ഉംറക്കും ഹജ്ജിനൊക്കെ പോകും. മണ്ണായി കിടക്കണം ഇങ്ങനെ കാണും. സ്വഹാബത്തിന്റെ മക്ബറകൾ, ഖദീജാവിന്റെ മക്ബറ, മനസ്സിലായില്ലേ? ഹംസ റളിയല്ലാഹുവിന്റെ മക്ബറ, ഇതൊക്കെ ഇങ്ങനെ മണ്ണായി കിടക്കുന്നത് കാണും. അപ്പോൾ ഈ അവസരം ചില മൗലവിമാരും ചില ദുഷ്ടലാക്കുകളായ ചില വഹാബി ചിന്താഗതിക്കാരും മുതലെടുക്കും. എന്നിട്ട് അവർ പറയും, നമ്മളെ നാട്ടിൽ കാണുന്ന വിഡ്ഢിത്തരങ്ങൾ കണ്ടില്ലേ? എന്ത് വിഡ്ഢിയാണ് നമ്മളെ നാട്ടുകാർ. ഓരോ മഹാ മരിച്ചെടുത്തും എന്ത് ചെയ്യും? ഒരു പുര കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതും. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇത് കാണുന്നുണ്ടോ? അപ്പൊ ഈ നമ്മളെ അല്പബുദ്ധികളായ വിഡ്ഢികൾ അല്ലെ? അങ്ങനെ തന്നെയല്ലേ? നമ്മളെ നാട്ടിലെ അല്പബുദ്ധികളായ വിഡ്ഢികൾ എന്ത് പറയും? ശരി തന്നെയാണല്ലോ, വല്ല മക്ബറയും കെട്ടി ഉയർത്തി ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതാണെങ്കിൽ അത് നടത്തേണ്ടത് അതല്ലേ? അപ്പൊ ഈ അല്പബുദ്ധികൾ ഒരു ഉംറ കഴിഞ്ഞ് വരുമ്പോഴത്തേനും മുജാഹിദാവും ഈ പമ്പര വിഡ്ഢി. സത്യത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ആയിരക്കണക്കായ കൊല്ലങ്ങളായി മക്ബറകളും ഖുർആനോത്തും, മനസ്സിലായില്ലേ, മൗലൂദും റാത്തീബും എല്ലാം നടന്നിരുന്നത് ഈ 932 ശേഷവും അതിന് തൊട്ട് മുമ്പുമായിട്ട് എന്ത് ചെയ്തു? വഹാബികൾക്ക് അധികാരം കിട്ടിയപ്പോൾ അവർ ആ മക്ബറ എല്ലാം തച്ചട് പൊളിച്ചു. മനസ്സിലായോ? പറഞ്ഞു, തച്ച് പൊളിച്ചു. ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മക്ബറകൾ തച്ച് പൊളിച്ച് നിലം പരിശാക്കി തകർത്തു. ചരിത്രം അറിയാത്ത ഇന്നത്തെ വിഡ്ഢി ഇത് നോക്കിയിട്ട് എന്ത് പറയാണ്? മനസ്സിലായില്ല? നമ്മളെ നാട്ടിലുള്ളത് പേച്ചോര. കാരണം മക്ബറ കെട്ടിയിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓടുകയാണെങ്കിൽ അത് നടത്തേണ്ടത് ഇവിടെ മക്കയിലല്ലേ? ഹംസറിലാണ് മക്ബറയിലല്ലേ? അവിടെയല്ലേ? ഖദീജാവിന്റെ അവിടെയല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഇവിടെയൊക്കെ ലോക പ്രശസ്തമായ എടുപ്പുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും മനോഹരമായ എടുപ്പുണ്ടായിരുന്നു ആരുടെ മക്ബറയിൽ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. ഖുർആൻ ഓടാനും മൗലൂദ് ഓടാനും എല്ലാവിധ സൗകര്യങ്ങളും വഹാബികൾ വന്നപ്പോൾ അടിച്ചു നിരപേക്ഷത നശിപ്പിച്ചതാണ്. പല മൗലവിമാരും ഇതൊക്കെ പറയുന്നതായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാൻ. വളരെ വലിയ അക്രമമാണ് ആ പറയുന്നതൊക്കെ. എന്തുകൊണ്ട്? അതൊക്കെ ഭീമമായ അബദ്ധങ്ങളാണ്. ചരിത്രത്തിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളായി നിലനിന്ന മക്ബറകൾ തച്ച് പൊളിച്ച് നിരം പരിശാക്കിയത് ഈ അടുത്ത കാലത്ത് വന്ന വഹാബി കുടിയേറ്റങ്ങളാണ്. അപ്പോൾ ചരിത്രകാരനും പണ്ഡിതനുമായ മുഹമ്മദ് അബ്ദുൽ യമാനി തന്റെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. ചിന്തിക്കണം. അമാക്കിനു കസീറ, ധാരാളം സ്ഥലങ്ങളെ, മക്കത്തുൽ മുകറമയിലെ ധാരാളം സ്ഥലങ്ങളെ, വമനാസിലു, കുറെ വീടുകളും, തുഖസ്സിസു അഹ്ലുഹാ ഫിൽ ഇഹ്തിഫാഇ, തഖസ്സസ അഹ്ലുഹാ ഫിൽ ഇഹ്തിഫാഇ ബി ഹയാത്ത് സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹാ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ആണ്ട് നടത്തിയ പ്രത്യേകമായ ഒരുപാട് വീടുകൾ ചരിത്രത്തിൽ കാണാം. ഒരുപാട് പാർട്ടികളും പരിപാടികളും ഒക്കെ ഇതോടനുബന്ധിച്ച് നടത്താറുണ്ടായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആണ്ട് അനവധി കൊല്ലങ്ങളായി മക്കായിലും പരിസരത്തും നടന്നിട്ടുണ്ട്. അവിടെയെല്ലാം വലിയ ആണ്ടർതി പരിപാടികൾ നടത്താറുണ്ട്.
തഖ്തസിറു അതെല്ലാം അലാ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനോടും. ആണ്ടിന് ആളുകൾ ഒരുമിച്ച് കൂടി മക്കയിലെ ചില പ്രദേശങ്ങൾ, ചില വീടുകളിൽ, ചില ഏരിയകളിലൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടി മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ്ടിനോടനുബന്ധിച്ച് ആളുകൾ ഒരുമിച്ച് കൂടി ഖുർആനോടും. വബഅദു ജവാനിബി സീറത്തി സയ്യിദ ഖദീജ റളിയല്ലാഹു അൻഹ, ഖദീജ ബീവിയുടെ ചരിത്രം പറയും. വഹയാതഹ മഅ റസൂലില്ലാഹി, പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ ജീവിതത്തിന്റെ കാര്യങ്ങൾ പറയും. ഖദീജ ബീവിയുടെ ആണ്ട് നടത്തും പോലെ പല വീടുകളിലും എന്തും നടത്തിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ആണ്ട് അത് റമളാൻ മാസത്തിലാണ്, അതും നടത്തിയിരുന്നു എന്ന്. ولا شك أن هذه المناسبات يستفاد منها كمناسبات تاريخية تذكر الناس عامة. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്ത്? ജനങ്ങളെ ഓർമ്മിപ്പിക്കും. ആരെക്കുറിച്ച്? ഖദീജത്തുൽ കുബ്ര എന്ന്. وتجذب اهتمامهم إلى أمجاد الإسلام وأحداثه وتاريخ الأمة الإسلامية. അതുകൊണ്ടൊക്കെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിക താരീഖ് ജനങ്ങൾക്ക് പഠിക്കാൻ അത് കാരണമാകും. ഇസ്ലാമിക ചരിത്രം കടന്നു വന്ന വഴികളെ ജനങ്ങൾ പഠിക്കാൻ അത് കാരണമായിട്ടുണ്ട്. مما يساعد على ترسيخ القيم والمثل في نفوسهم عن طريق استعراض تلك الأمجاد وعرض أمثال هذه السيرة العطرة أمام أعينهم وتبسيط الأحداث حتى تصل إلى قلوب الناشئة وعقولهم وتعرفهم على جوانب من سيرة هذه السيدة ومنتها السيدة فاطمة وبقية بنات رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആണ്ടുകൾ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ മുസ്ലിം സമുദായത്തിന് ഉണ്ടായിട്ടുണ്ട്. ഖദീജ ബിയുടെ ആണ്ടുകൾ, അതേപോലെ തന്നെ ഫാത്തിമ ബിയുടെ ആണ്ട്, മറ്റു നബിയുടെ പെൺകുട്ടികളുടെ ആണ്ടുകൾ, ഇതൊക്കെ അങ്ങനെ ചരിത്രത്തിൽ നടത്തിയപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ നേട്ടങ്ങൾ. എന്ത്? ആ കാലഘട്ടത്തെക്കുറിച്ച് മനുഷ്യന്റെ മനസ്സിൽ കടന്നു വരും. അപ്പോൾ അവരെ പോലെ ആകാൻ ജനങ്ങൾ ശ്രമിക്കും. ജനങ്ങളുടെ ബുദ്ധിയെ അത് ശുദ്ധീകരിക്കും. ജനങ്ങൾക്ക് യഥാർത്ഥമായ താരീഖ് പഠിക്കാൻ കഴിയും. ആത്മീയമായ ഇസ്ലാമിന്റെ വശങ്ങളെ ജനങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ചരിത്രത്തിൽ ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. അബ്ദുൽ യമാനി പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാനിത് ഓതുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാം. ഈ പരിപാടികൾക്കൊക്കെ ജനങ്ങൾ നല്ല നല്ല ബെയ്ത്തുകൾ ചൊല്ലും. ആരെക്കുറിച്ച്? ഖദീജ റളിയല്ലാഹു അൻഹ. ചില ഖദീജ ബീവിയെ പറ്റിയുള്ള ചില മൗലിദുകൾ, ഒരുപാട് മൗലിദ് ഉണ്ടായ മഹദിയാണ് ആര്? ഖദീജ. അവരുടെ മൗലിദുകൾ, ഒരുപാട് മൗലിദുകളുണ്ട് ഖദീജ ബീവിയെ കുറിച്ച്. ചരിത്രത്തിൽ ഒരുപാട് മൗലിദുണ്ട്. വന്നസിരിൽ ജമീൽ, മനോഹരമായ ഗദ്യങ്ങളും മനോഹരമായ പദ്യങ്ങളും അതെല്ലാം ജനങ്ങൾ പാരായണം ചെയ്യും. അതൊക്കെ പതിവുണ്ടായിരുന്നു മക്കയില്. വഫീ മജാലിസ് സീറത്തി സയ്യിദ ഖദീജ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സീറയുടെ മജ്ലിസുകൾ യുബ്ദഉൽ മജ്ലിസ് ബിഖിറാഅത്തിൽ ഖുർആൻ. മനസ്സിലായോ? മജ്ലിസ് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഖുർആനോടും അവർക്ക് ഹദിയാക്കിയിട്ട്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. വയതനാവബു മജ്മുഅത്തു മിനൽ ഖുർആ ബി അസ്വാത്തിൻ മുഖ്തലിഫ, പല ആളുകളും ഇരുന്ന് പല ഖിറാഅത്തുകൾ മനോഹരമായി ഓതും. വതിലാവത്തിൻ മുതഅദ്ദിദ വഖിറാഅത്തിൻ മുതനബ്ബിഅ. ثم تبدأ مجموعات من المنشدين, പിന്നെ ബെയ്ത്ത് ചെല്ലുന്ന ആളുകൾ ബെയ്ത്ത് ചെല്ലും. ബിഖിറാഅത്തി ഖസായിദി മുഖ്താറ, ഖസായിദ മുഖ്താറ ഫീ മനാഖിബി ഉമ്മിൽ മുഅ്മിനീൻ അയ് ത്വയ്യിബത്തി ത്വാഹിറ, മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ പറ്റിയുള്ള അതിമനോഹരമായ ബെയ്ത്തുകൾ, പല കോലത്തിലുള്ള ബെയ്ത്തുകൾ ആ സദസ്സിൽ പാരായണം ചെയ്യും. കമാ ജാഅത്ത് ഫീ ബഅദിൽ കുതുബി, പല കിതാബുകളിലും വന്ന മനോഹരമായ ബെയ്ത്തുകൾ, ധാരാളം ബെയ്ത്തുകൾ ഉണ്ടായിട്ടുണ്ട് മഹദിയായ ഖദീജത്തുൽ കുബ്ര ഫീ മനാഖിബി സയ്യിദ ഖദീജത്തുൽ കുബ്ര. പല ആളുകളും ആ വിഷയത്തിൽ ഒരുപാട് മക്കയിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാർ, മറ്റു പല പണ്ഡിതന്മാരും പലരും, ധാരാളം ആളുകൾ ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കുന്നതിൽ പതിവാകുന്നു. വഹാദിഹി ലഖതാത്ത് മിന സീറത്തില്ലതി തുത്ലാ ഖിറാഅത്ത് ഹൈതു തുഖറഉ മിസ്ല ഹാദിഹി النماذج فيقولون خديجة تشرفت بعشرته وصحبته وفازت بخدمته وشهدت يوم بعثته وقامت بتأييده في دعوته ومؤازرته ونصرته. وبعد ذلك ينتقلون إلى اسمها ونسبها ولقبها سيدتنا خديجة بنت خويلد بن أسد بن عبد العزى بن قصيد الأسدية وأمها فاطمة بنت زائدة. ഒരുപാട് ചരിത്രങ്ങൾ, അന്ന് കൂടിയ ആളുകൾ ഒരുപാട് ചരിത്രങ്ങൾ അവരെ പറ്റി പറയും.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിച്ച പോലീസകൾ പറയും മിൻ അർജാസിൽ ജാഹിലിയ വൃത്തികേടുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട മഹിതയായിരുന്നു ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. അതായത് കഅബാലയത്തിന്റെ ചുമരും അവരുടെ വീടും തമ്മിൽ 9 മുഴത്തിന്റെ അകലം മാത്രമേ ഉള്ളൂ. അവിടെ 300 ചില്ലാനം വിഗ്രഹങ്ങൾക്ക് കുമ്പിട്ട് സുജൂദ് ചെയ്യുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഒന്ന് കേറി നോക്കൂല ആര്? ഖദീജ റളിയല്ലാഹു അൻഹ. ഇതൊക്കെ ആണ്ടനുസ്മരണത്തിൽ ജനങ്ങൾ അനുസ്മരിക്കൽ പതിവുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ എൻ്റെ വക പറയുകയല്ല. വഖദ് വലിദത്ത് റളിയല്ലാഹു അൻഹ ഖബല വിലാദത്തി ബിനഹ 15 സന ഫനശഅത് ഫീ ബൈത്ത് ത്വാഹിർ ത്വയ്യിബിൽ ഇറാഖ്. ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ച് ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് 15 വയസ്സ് അവർക്ക് കൂടുതലുണ്ടായിരുന്നു. അവരുടെ ചരിത്രം അനുസ്മരിക്കും എന്ന് വലഹറത്ത് അസ്റാറു തിൽക്കൽ അഖ്ലാഖിൽ മർദിയത്തി വൽ ഔസാഫിൽ ഹസനത്തി സക്കിയ ഫീമാ ബലഗതു ബൈന ഖൗമിഹാ ഫിൽ ജാഹിലിയ വമാ കാനത്ത് അലിയ റുത്ബത്തിൻ സനിയ. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ഖദീജ ബീവിയെ പറ്റി പെയ്ത്ത് ചെല്ലും, അവർക്ക് വേണ്ടി ഖുർആനോടും. പിന്നെയോ അവരുടെ ഉന്നതമായ സ്വഭാവങ്ങളെ അയവിറക്കും. വലഹറത്ത് അസ്റാറു തിൽക്കൽ അഖ്ലാഖിൽ മർദിയ വൽ ഔസാഫിൽ ഹസനത്തി സക്കിയ. അതിസുന്ദരവും മനോഹരമായ അവിടുത്തെ സ്വഭാവ വിശിഷ്ടങ്ങൾ പറയും. ഫീമാ ബലഗതു ബൈന ഖൗമിഹാ ഫിൽ ജാഹിലിയ കാലത്ത് പോലും ജനങ്ങൾക്കിടയിൽ പ്രസിദ്ധമായിരുന്ന സത്യസ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ആർക്ക്? അതെല്ലാം ജനങ്ങൾ ആ ആണ്ടർദിക്ക് ഒരുമിച്ച് കൂടിയെന്ന് പറയും. മിൻ മക്കാനത്തിൻ അലിയ റുത്ബത്തിൻ സനിയ സുമ്മ യദ്കുറൂന ബിദായത ഇർതിബാതിഹ ബിർറസൂലിൽ മുസ്തഫ. പിന്നെ ആ ആണ്ടനുസ്മരണത്തിൽ അവരെങ്ങനെ നബിയുമായി ബന്ധപ്പെടാനുള്ള അവസരം ഒരുങ്ങി എന്നത് അയവർക്കും. وقد أراه الله تعالى لهذه السيدة الطاهرة أن تجمع بين شرف الدنيا وعز الآخرة. ദുനിയാവിലെ ഷറഫും ആഖിറത്തിലെ ഇസ്സത്തും കിട്ടിയ മഹദിയാണ് എന്ന് ആണ്ടർദിയിൽ കൂടിയ ആളുകൾ ഇരുന്ന് അനുസ്മരിക്കും. റളിയല്ലാഹു അൻഹ അവർക്കുണ്ടായ മഹത്തായ അത്ഭുതങ്ങൾ അവരെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അവരെ കുട്ടിക്കാലത്തെ അന്ന് വിഷയമാക്കും. അതിൽ ബൈത്ത് ചെല്ലും, അതിൽ ഗദ്യങ്ങളും പദ്യങ്ങളും ഉണ്ടാവും. ഖദീജ ബീവിയെ പറ്റിയുള്ള വയലുകൾ പറയും. മക്കായിൽ അവരുടെ ആണ്ടർദിയുടെ ദിവസം ഒരുമിച്ച് കൂടുകയും ആളുകൾ വയല് പറയുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എങ്ങനെയാ വളർന്നത്? അവരെ മഹത്വം അർജാസുൽ ജാഹിലിയത്തിൽ ജാഹിലിയായ വൃത്തികേടുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിച്ച പോലീസുകൾ പറയും. അതൊക്കെ പറയുന്ന പതിവുണ്ടായിരുന്നു. പിന്നെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അവർ ബന്ധപ്പെടാനുള്ള കാരണങ്ങൾ എന്ത്? അത് ജനങ്ങൾ ഇറക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി വിവാഹബന്ധത്തിന് തയ്യാറായതിനുള്ള കാരണങ്ങൾ പറയും. അങ്ങനെ ഖദീജ ബീവിയെ പറ്റിയുള്ള നീണ്ട വാളുകൾ, ബെയ്ത്തുകൾ, നെസറുകൾ, ഇങ്ങനെയുള്ള പദ്യഗദ്യ സമ്മിശ്രമായ പരിപാടികൾ ആ ദിവസം വളരെ കൃത്യമായി നടക്കുന്നത് അനവധി കാലം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആണ്ടർദിയോട് അനുബന്ധിച്ച് ആ നാട്ടിൽ പതിവുള്ള ഒരു കാര്യമായിരുന്നു എന്ന് മുഹമ്മദ് അബ്ദു യമാനി. നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് നമ്മൾ കേവലം സമസ്ത ഇറക്കിയ ഒരു പുസ്തകമല്ല. സൗദി അറേബ്യയിലെ മന്ത്രിയായിരുന്ന മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകത്തിൽ നിന്നാണ്. അതിൻ്റെ 169-ാമത്തെ പേജ് മുതലാണ് ഞാനിവിടെ വായിക്കുന്നത്. ഖദീജ ബിയുടെ ആണ്ടർദിയിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നതും ആണ്ട് നടത്തിയിരുന്നതും ഫളായിൽ പറഞ്ഞിരുന്നതും എല്ലാം. അതിനിടയിൽ മനോഹരമായ ബെയ്ത്ത് ചെല്ലും ഖദീജ ബി റളിയല്ലാഹു അൻഹ. അവരെ പറ്റി ബെയ്ത്ത് ചെല്ലും. പിന്നെയോ അവരുടെ മൗലിദുകൾ ഓതും. ഒരുപാട് മൗലിദുകൾ ഈ വിഷയത്തിൽ വിരചിതമായിട്ടുണ്ട് ഖദീജ ബി റളിയല്ലാഹു അൻഹ. എന്നിട്ടോ എന്ത് ചെയ്യും? എന്നിട്ട് എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിന് ശേഷം അവരെന്ത് ചെയ്യും? ദുആയിൽ ഏർപ്പെടും. ഒരു ദിവസം മുഴുവനും ഖദീജ ബീവിയുടെ ആണ്ടിനോടനുബന്ധിച്ച് ജനങ്ങൾ എന്ത് ചെയ്തിരുന്നു? ഖദീജ ബീവിയുടെ ജീവിതം മുഴുവനും അവർ അനുസ്മരിക്കും. എന്നിട്ട് ഖദീജ ബീവിയുടെ കുട്ടിക്കാലം അനുസ്മരിക്കും, നബിയുമായുള്ള വിവാഹബന്ധം അനുസ്മരിക്കും. എന്നിട്ട് അവരുടെ വഫാത്ത് വരെ അനുസ്മരിച്ചതിന് ശേഷം വഹീന യസ്ലൂന ഇലാ ഹാദൽ മൗഖിഫി വദുഫിനത് ബിമഖ്ബറത്തിൽ മഅല്ലാത്തിൽ മഅറൂഫത്തി ബിൽ ഹജൂനി. അവർ മരിച്ചു, എന്നിട്ട് അവരെ ഹജൂനിൽ മറവ് ചെയ്തു എന്നിടത്ത് വരെ ആ ചരിത്രം കൊല്ലത്തിൽ അവർ ആണ്ടർദിക്ക് അനുസ്മരിച്ചതിന് ശേഷം വഹീന യസ്ലൂന ഇലാ ഹാദൽ മൗഖിഫി, ഈ സ്ഥലത്തെത്തുമ്പോൾ യദഊന അല്ലാഹ, അവരെന്ത് ചെയ്യും? ദുആ ചെയ്യും. വഅൻ യുജ്സിയഹ ഖൈറൻ അനിൽ മുസ്ലിമീന ലമാ ഖദ്ദമതുഹു ലിറസൂലില്ലാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് അവർ വലിയ സേവനം ചെയ്തത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു കൂലി അള്ളാഹു അവർക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ ചെയ്ത അവരെ കയ്യാൽ മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് അവരെ കൂടിയിരുന്നവർ ദുആ ചെയ്യും. അത് പതിവായിരുന്നു. അതിൽപ്പെട്ട ചില ദുആകളെ ഇതിൽ അനുസ്മരിക്കുന്നുണ്ട്. പതിവായി ഇങ്ങനെയുള്ള ദുആകൾ ചെയ്യാറുണ്ടായിരുന്നു, അനവധി ദുആകൾ. എന്ന് അൽഹംദുലില്ലാ ഒരു 1.5 പേജ് 2 പേജ് വരെ ഖദീജ ബിയുടെ ആണ്ടിന് നടത്തിയിരുന്ന ദുആകളെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. എന്ന് ഒരുപാട് അല്ലാഹു. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സത്യദീനിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹുമ്മ സബ്ബിത്നാ അലാ നഹ്ജിൽ ഇസ്തിഖാമ വഅദ്നാ മിൻ മൂജിബാത്തിൻ നദാമത്തി യൗമിൽ ഖിയാമ വഖഫിഫ് അന്നാ സിഖലൽ ഔസാരി വർസുഖ്നാ ഐശത്തൽ അബ്റാരി വഖഫിനാ വസ്രിഫ് شر الأسرار واعتق رقابنا ورقاب آبائنا وأمهاتنا من النار يا عزيز يا غفار يا كريم يا ستار يا حليم يا جبار برحمتك يا أرحم الراحمين. اللهم كن لنا ولا تكن علينا واختم بالسعادة آجالنا وحقق بالزيادة أعمالنا وقرن بالعافية غدونا وأصالنا واجعل إلى رحمتك مصيرنا ومآلنا واصب بسجال عفوك على ذنوبنا ومن علينا بإصلاح أعمالنا واستر عيوبنا واجعل التقوى زادنا وفي دينك اجتهادنا وعليك توكلنا واعتمادنا اللهم ثبتنا على نهج الاستقامة. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് മാണ്ടർദികൾ ബെയ്ത്തുകൾ ചൊല്ലി മൗലൂദ് ഓതി അവരുടെ സനാഅത്തുകളൊക്കെ മൗലൂദ് ഓതി പറഞ്ഞാൽ അവരുടെ കുട്ടിക്കാലത്ത് അവർ ജനിച്ച കാലം മുതൽ വഫാത്ത് വരെയുള്ള ദിവസങ്ങളെ അവർ ചെയ്ത സേവനങ്ങളെ അവർ ഈ ആണ്ടർദികളുടെ ദിവസം മക്കക്കാർ പല വീടുകളിലായി ഒരുമിച്ച് കൂടിയിട്ട് അനുസ്മരിച്ചിട്ട് അവർ എന്ത് ചെയ്യും? അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. എന്നിട്ട് അവരെന്ത് ചെയ്യും? എന്നിട്ട് അവരുടെ ഇസ്തിഖാമത്തിന് ദുആ ചെയ്യും. നേരായ മാർഗത്തിൽ ഞങ്ങളെയും ഉറപ്പിച്ച് നിർത്തണമേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യും. അല്ലാഹു എന്ന് ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. പിന്നെ അവർ എങ്ങനെ ദുആ ഇറക്കും? ദുആയിൽപ്പെട്ട ചില ദുആകൾ ഇതിൽ കാണുന്നത് ഖദീജ ബിയുടെ ആണ്ടിന് മക്കക്കാർ നടത്തിയ ദുആ. അല്ലാഹുമ്മ കമാ മനൻത അലാ സയ്യിദത്തി ഖദീജ ബിതമാമി തസ്ദീഖി വൽ ഈമാനി ബിനബിയിക സയ്യിദന മുഹമ്മദിൻ പടച്ചോനെ ഖദീജ ബിബി റളിയല്ലാഹു അൻഹക്ക് നീ റസൂലുള്ളാഹിക്ക് സേവനം ചെയ്യുകയും റസൂലുള്ളാഹിനെ വിശ്വസിക്കുകയും ചെയ്ത് വലിയ അനുഗ്രഹം നീ ചെയ്തത് കൊടുത്തതുപോലെ ഞങ്ങൾക്കും നീ അനുഗ്രഹം അങ്ങനത്തെ അനുഗ്രഹം ഞങ്ങൾക്കും ചെയ്തു തരണേ എന്ന് ദുആ ചെയ്യും. എന്ന് അല്ലാഹു നമുക്കും തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ അല്ലാഹു തൗഫീഖ് തരട്ടെ. ولقد رأى هذه الرسالة شيخنا العلامة شيخ محمد نور سيف أحد كبار العلماء المدرسين بالمسجد الحرام. تعاقبت الأجيال في مكة المكرمة. تعاقبت الأجيال في مكة المكرمة. പരമ്പരകൾ തലമുറകളായി ഈ വിഷയം കൈമാറ്റം ചെയ്ത് മക്കയിൽ പോന്നിട്ടുണ്ട്. മനസ്സിലായില്ല? എന്ത്? ഖദീജ ബിയുടെ ആണ്ടും ആ ആണ്ടർദിയിൽ ഇങ്ങനെയെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ചെയ്യുന്ന പണി ആയിരക്കണക്കായ കൊല്ലങ്ങളായി പരമ്പരകൾ കൈമാറി എവിടെ നടന്നിട്ടുണ്ട്? മക്കത്ത് നടന്നിട്ടുണ്ട്. വലഖദ് തആഖബത്തിൽ അജിയാലു ഫീ മക്കത്തിൽ മുകറമ തഹ്തഫി വതഅനി വതഖ്തമു ബിമൗലിദി സയ്യിദത്തി ഖദീജ. ഖദീജ ബിയുടെ മൗലിദ് ആണ്ടർദി നടത്തുക എന്ന ഒരു പരിപാടി, അവരുടെ സനാഅത്തുകളും മറ്റുമൊക്കെ പറയുന്ന ഒരു പരിപാടി കൊല്ലങ്ങൾ അനവധി ആയിരക്കണക്കായ കൊല്ലങ്ങളായി തലമുറകളായി കൈമാറ്റം ചെയ്ത് മക്കയിൽ ഉണ്ടായിട്ടുണ്ട്. വകാന ഹാദൽ ഇഹ്തിഫാഉ ബിസ്സമനിൽ മാളി യഅകുലു ശക്ലൽ ഇഹ്തിഫാലി ഫകാന الناس يجتمعون في المسجد الحرام في يوم مولد السيدة ഖദീജ. ഖദീജ ബിവിയുടെ ജന്മദിവസം ആളുകൾ മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടുന്ന പരിപാടി ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടാ? നിങ്ങൾ ഇവിടെ ഉണ്ടാ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഖദീജ ബിവിയുടെ ജന്മദിവസം ആളുകൾ ഒരുമിച്ച് കൂടുന്ന പരിപാടി ഉണ്ടായിരുന്നു. എവിടെ? മസ്ജിദുൽ ഹറാമിലേ. നോക്കണേ. ഫകാനന്നാസു ജനങ്ങളായിരുന്നു യജ്തമിഊന ഒരുമിച്ച് കൂടും ഫിൽ മസ്ജിദുൽ ഹറാമിൽ ഫി യൗമി മൗലിദി സയ്യിദ ഖദീജ ബിവിയുടെ ആ ജന്മദിവസം ആളുകൾ മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടുന്ന പരിപാടി ഉണ്ടായിരുന്നു. സുമ്മ യഖ്റുജൂന ഇലാ ബാബുസ്സലാമിൽ അവർ പുറത്തേക്ക് പോകും. വയഖഫൂന ഹുനാക വയന്തളിറൂന ഹുദൂറൽ ഹാക്കിം അവിൽ വാലി അവിൽ അമീർ എന്ന് അവിടെ ഭരണാധികാരി മുന്നിൽ നിൽക്കും. സുമ്മ യസീറൂന പിന്നെ മക്കക്കാർ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ നടക്കും. ഫിത്തിജാഹി മഖാബിരിൽ മുഅല്ലാത്തി ഖദീജ ബിബിയുടെ ജന്നത്തുൽ മുഹല്ലയിലേക്ക് നടക്കും. ഫീ മൗകിബിൻ മഹീബിൻ ഒരു വമ്പൻ ജനക്കൂട്ടം. വയുഹല്ലിനൂന
ആ നടത്തത്തിൽ അവർ എന്ത് ചെയ്യും? തഹ്ലീൽ ചെല്ലും, വയുക്കബ്ബിറൂന തക്ബീർ ചെല്ലും. ഇത് സമസ്ത ഉണ്ടാക്കിയല്ല, ഇത് സമസ്ത ഉണ്ടാക്കിയതല്ല. സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകമാണിത്. മക്കത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകമാണിത്. അതായത് നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഈ പ്രവർത്തനം എവിടെ നടന്നിട്ടുണ്ട്? മക്കത്ത്. ഖദീജ ബീവിയുടെ ജന്മദിവസം ആളുകൾ എവിടെ ഒരുമിച്ച് കൂടും? മക്ക മസ്ജിദ് ഹറാമിൽ ഒരുമിച്ച് കൂടും. എന്നിട്ട് അവര് ഒന്നിച്ച് ബാബുസലാമിലൂടെ പുറത്തേക്ക് വരും. അവിടെ ആര് കാത്തു നിൽക്കും? ഭരണാധികാരി നേരെ മുന്നിൽ വന്ന് നിൽക്കും. സുമ്മ യസീറൂന, പിന്നെ അവർ നടക്കും. എങ്ങോട്ട്? ജന്നത്തുൽ മുഅല്ലയിലേക്ക് അങ്ങോട്ട് നടക്കും. വയുഹല്ലിലൂന, ആ നടത്തത്തിൽ അവർ എന്ത് ചെയ്യും? തഹ്ലീൽ ചെല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലി നടക്കും. വയുകബ്ബിറൂന, അവർ എന്ത് ചെയ്യും? തക്ബീർ ചെല്ലും. വയുൻശിദൂനൽ അനാശീദ, ആ നടത്തത്തിൽ പല ജാതി ബൈത്തുകൾ ചൊല്ലും. ആരെപ്പറ്റി? അങ്ങനെ നടക്കും. സുമ്മ ഇദാ വസലു ഇലൽ മുഅല്ലാത്തി, പിന്നെ അവർ ജന്നത്തുൽ മുഅല്ലയിൽ എത്തിക്കഴിഞ്ഞാൽ യത്തജിഹൂന ഇലാ നാഹിയത്തി ഖബരി സയ്യിദത്തി ഖദീജ, ഖദീജ ബിയുടെ ഖബറിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കും. മനസ്സിലായില്ലേ? وعندما يخرج سدنة مقام السيدة خديجة وهم آل البروم فيستقبلون الموكب ويقف الجميع يقرأ الفاتحة وياسين. അവിടെ കൂടി അവർ എന്ത് ചെയ്യും? ഫാത്തിഹ ഓതും. ആ മക്കാമ് പരിചരിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നു, മഹാന്മാർ. ഏത് മക്കാമ്? ഖദീജ. അവിടെ എത്തുന്നതോടുകൂടെ ആ മക്കാമ് പരിചരിച്ചിരുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബവും ഈ കൂട്ടത്തിൽ കൂടും. എന്നിട്ട് അവർ യഖ്റഊനൽ ഫാത്തിഹ, എന്തോടും? ഫാത്തിഹ സൂറത്ത് ഓതും ആ മഖ്ബറയിൽ വെച്ച്. യാസീൻ, യാസീൻ ഓതും. സുമ്മ യദഊന, പിന്നെ അവര് ലിസയ്യിദത്തി ഖദീജ വയസ്അലൂന അല്ലാഹ, ഖദീജ ബീവിക്ക് വേണ്ടി അവർ ദുആ ചെയ്യും. വയസ്അലൂന അല്ലാഹ ഖൈറൻ അലാ കുല്ലി മാ ഫഅലതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ അവർ ചെയ്ത സേവനങ്ങൾക്ക് അവർക്ക് പ്രതിഫലം കൊടുക്കണമെന്ന് അവിടെ വെച്ച് ദുആ ചെയ്യും. പിന്നെയോ പിന്നെ സുമ്മ യഊദൂന ഇലൽ ഹറമി, എന്നിട്ട് അവർ ഹറമിലേക്ക് തിരിച്ചു വരും. ഔ ഇലാ മനാസിഹിം വഖദ് തമ്മ ഇഖാഫു കുല്ലി ഹാദിഹിൽ ഇഹ്തിഫാലാത്തി മുൻദു സമനിൻ തവീൽ. ഒരുപാട് കാലം ഈ പ്രവർത്തനം നടന്നിട്ടുണ്ട്. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ, ഈ സംഗതി എടുത്തു നീക്കപ്പെട്ടതാണ്. അത് മൂപ്പര് പറയണില്ല. അത് ആരെ വരവോട് കൂടെ? പറ, വഹാബിയത്തിന്റെ വരവോട് കൂടെ. ആദ്യകാലത്ത് കുബ്ബകൾ ഉണ്ടായിരുന്നു. മനസ്സിലായില്ല? ഈ മഖ്ബറയിൽ എന്തുണ്ടായിരുന്നു? കുബ്ബകൾ ഉണ്ടായിരുന്നു. മബാനി, എടുപ്പുകൾ ഉണ്ടായിരുന്നു. അതിനെ നീക്കം ചെയ്യപ്പെട്ടു പിൽക്കാലത്തെ ചില ഭരണാധികാരികൾ. മുഹമ്മദ് അബ്ദു യമാനി പറയാൻ, ഇയാൾ സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വലിയ താരിഖിയ, വലിയ ചരിത്രകാരനാണ്. എന്ന് കാനത്ത് മഖാമത്തുൻ അലാ ഖബരി സയ്യിദ ഖദീജ, ഖദീജ ബിബി റളിയല്ലാഹു അൻഹ മഖ്ബറയോട് അനുബന്ധിച്ച് വലിയ എടുപ്പുണ്ടായിരുന്നു എന്ന്. ഇന്നും ആ ഖബർ സംരക്ഷിക്കപ്പെട്ടു പോയിരുന്നേ ഉണ്ട്. ഇന്നും മുസ്ലിമീങ്ങൾ അവരെ സിയാറത്ത് ചെയ്യാനും മറ്റുമൊക്കെ അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ വലിയ എടുപ്പും സൗകര്യവും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ അവരുടെ ആണ്ടിനും അവരുടെ ജന്മദിവസത്തിനും ആളുകൾ ഒരുമിച്ച് കൂടി അമൽ ചെയ്യുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. തഹ്ലീൽ ചൊല്ലി, തക്ബീർ ചൊല്ലി മസ്ജിദുൽ ഹറാം എന്ന് നടക്കും. എവിടേക്ക്? എവിടേക്ക്? ഖദീജ ബിയുടെ ജന്നത്തുൽ മുഅല്ലയിലേക്ക് നടക്കും. എന്നിട്ട് അവിടെ പോയി ഫാത്തിഹയോടും എന്തോടും? യാസീനോടും എന്നിട്ട് നടക്കും. ഈ അടുത്ത കാലഘട്ടത്തിലെ ചില ഭരണാധികാരികൾ വന്നിട്ട് നിർത്തൽ ചെയ്തതാണ്. ഇത് താരീഖിൽ നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ വായിച്ചത്. ചില മൗലിദുകളുടെ സാമ്പിളുകൾ കൂടി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങളെ കാണിച്ച് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇത് പറയുക എന്നതൊരു അത്യാവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നിപ്പോൾ അവിടെ പോകുന്ന ചില ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ കാണേണ്ടത് അവർക്ക് കാണാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇതൊക്കെ നീക്കം ചെയ്യപ്പെട്ടു. അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്, ഇതുകൊണ്ട് വൻ നേട്ടം ഈ സമുദായത്തിന് ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ചെയ്ത സേവനങ്ങളെ അനുസ്മരിച്ചു, അവരെ മഹത്വത്തെ അനുസ്മരിച്ചു. അവരെ പറ്റിയുള്ള മഹത്വം കേട്ട ആളുകൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി.
പിന്നെയോ അവിടെ വെച്ച് ദുആ ചെയ്യുകയും ചെയ്യും. അത് പതിവുണ്ടായിരുന്നു. അവരെ മഖ്ബറയിൽ കൊല്ലത്തിൽ ഒരിക്കൽ പോയിട്ട് ഫാത്തിഹ ഓതി യാസീൻ ഓതി ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ സ്ഥിരമായി ചെയ്യുന്നതിന് പുറമെ ആരെന്നെ നേതൃത്വം കൊടുക്കും? മക്കായിലെ ഭരണാധികാരി തന്നെ നേതൃത്വം കൊടുത്തിട്ട് മഖ്ബറ ഖബർ സിയാറത്തിന്റെ പ്രവർത്തനവും നടന്നിരുന്നു. എന്തുകൊണ്ടെന്നാൽ മുത്ത് റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട ഖബർ മക്കയിലില്ല. അതെവിടെയാണ്? മദീനത്താണ്. മക്കക്കാർക്ക് കിട്ടിയത് മുത്തുനബിയുടെ ഭാര്യ ഉമ്മുൽ കുബ്രാന്റെ ഖബറാണ്. അപ്പോൾ അത് അവർക്ക് പ്രത്യേകമായി പരിഗണിക്കും. അത് ഉറപ്പ് തന്നെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതവനെ ദാഹിച്ചവന്റെ പച്ചവെള്ളം പോലെയായിരുന്നു ആരോടുള്ള താല്പര്യം? ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ഇതൊക്കെ വളരെ കൃത്യമായ താരീഖാണ് ഈ വായിച്ചത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾ നോക്ക് നിങ്ങൾ ആ ഭാഗത്ത് ചരിത്രകാരൻ പറയുന്നത് നിങ്ങൾ നോക്കി. വലഖദ് തആഖബത്തിൽ അജിയാലു ഫി മക്കത്തിൽ മുകറമ തഹ്തഫി വതഅനി വതഹ്തമു ബിമൗലിദി സയ്യിദ ഖദീജ. അവരുടെ ജന്മദിവസത്തിലെ ജന്മാനുസ്മരണം നടത്തുന്ന കാര്യത്തിലും മക്കക്കാർ പരമ്പര തലമുറകളായി ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. വകാന ഹാദൽ ഇഹ്തിഫാഉ ഫി സമനിൽ മാളി. കഴിഞ്ഞ കാലത്ത് അത് ഭംഗിയായി നടന്നു. യൗഖുദു ശക്കിലൽ ഇഹ്തിഫാലി, ഒരു ആഘോഷം പോലെ ആയി തീർന്നിരുന്നു. ഫകാനൻ നാസു യജ്തമിഊന, ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്നു. മസ്ജിദുൽ ഹറാം ഫിൽ മസ്ജിദുൽ ഹറാമി ഫി യൗമി മൗലിദി സയ്യിദ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹ ജന്മദിവസം ജന്മദിന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടും. ثم يخرجون الى باب السلام ويقفون هناك وينتظرون, അവിടെ അവർ നിൽക്കും. وينتظرون, പിന്നെ അവർ കാത്തു നിൽക്കും. ഹുദൂർ അൽ ഹാക്കിമി, ഭരണാധികാരി, അവിൽ വാലി, ഭരണാധികാരിയോ ജഡ്ജിയോ. ഹാക്കിം പറഞ്ഞാൽ ജഡ്ജി, വാലി പറഞ്ഞാൽ ഭരണാധികാരി. ഇവരൊക്കെ വരുന്നത് അവിൽ അമീർ, ഭരണാധികാരിയോ ചീഫ് ജഡ്ജിയോ ഒക്കെ വരുന്നവരെ എന്ത് ചെയ്യും? കാത്തു നിൽക്കും. ثم يسيرون, ഭരണാധികാരികൾ കൂടി വന്നു കഴിഞ്ഞാൽ അവർ നടക്കും. ഫിത്തിജാഹി മഖ്ബറത്തുൽ മുഅല്ല, ജന്നത്തുൽ മുഅല്ലയുടെ ഭാഗത്തേക്ക് നടക്കും. ഫി മൗക്കിബി മഹീബ്, ഒരു മഹാജനക്കൂട്ടമായിട്ട്. വയുഹല്ലിലൂന, ആ നടത്തത്തിൽ അവർ തേലിലു. വയുകബ്ബിറൂന, തക്ബീറും ചൊല്ലും. പിന്നെ ഫീഹി, ആ നടത്തത്തിൽ. വയുൻഷിദൂന, ബൈത്ത് ചൊല്ലും. അൽ അനാശീദ, പല ജാതി ബൈത്തുകളൊക്കെ എങ്ങനെ ചൊല്ലും. ثم إذا وصلوا إلى المعلات, ജന്നത്തുൽ മുഅല്ലയിൽ എത്തിച്ചെന്നാൽ യത്തജീറൂന ഇലാ നാഹിയത്തി ഖബരി സയ്യിദി ഖദീജ, ഖദീജ ബിബി റളിയല്ലാഹുവിന്റെ ഖബറിന്റെ ഭാഗത്തേക്ക് പോയി നിൽക്കും. വഇൻദമാ യഖ്റുജു സനത്തു മഖാമി സയ്യിദ ഖദീജ വഹും ആലുൽ ബാറൂം എന്ന ഒരു കുടുംബക്കാരായിരുന്നു ആ മഖ്ബറ സംരക്ഷിച്ചു പോന്നിരുന്നത്. അവരും ഈ കൂട്ടത്തിലേക്ക് കൂടും. എന്നിട്ട് ഫയസ്തഖ്ബിലുൽ മൗക്കിബ, അവരും ഈ ജനക്കൂട്ടത്തെ ആ കുടുംബക്കാർ വന്ന് സ്വീകരിക്കും. വയഖഫൂനൽ ജമീഉ, എല്ലാവരും പോയി നിൽക്കും. യഖ്റഉൽ ഫാത്തിഹ വയാസീൻ, യാസീൻ ഓതും. സുമ്മ യദ്ഊന, എന്നിട്ട് അവർ വായിച്ചു. ഇത് ആയിരക്കണക്കായ കൊല്ലങ്ങൾ എവിടെ നടന്നിട്ടുണ്ട്? മക്കയിൽ നടന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൗദി അറേബ്യയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന ഹിജാസിൽ നിന്ന് പുറത്തിറങ്ങുന്ന കിതാബാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതാണ്. ഹിജാസിൽ ഒരു ചരിത്രകാരനാണ് ഇയാൾ. അത് നിഷേധിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതിന്റെ മേലെ മഖ്ബറയുടെ മേലെ എന്തുണ്ടായിരുന്നു? കുബ്ബ ഉണ്ടായിരുന്നു. പിൽക്കാലത്തെ ചില ഭരണാധികാരികൾ ആ കുബ്ബകളെ തകർത്ത് നീക്കം ചെയ്തതാണ്. എടുപ്പുണ്ടായിരുന്നു. എന്നാൽ അത് സംരക്ഷിച്ചു പോകുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആലുൽ ബാറൂം എന്നൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബം അവിടെ അടിച്ചുവാരി വൃത്തിയാക്കി സിയാറത്തിനൊക്കെ സൗകര്യം ചെയ്ത പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ഇവിടുന്ന് അങ്ങനെ ചെല്ലുമ്പോൾ അവരവിടെ എന്ത് ചെയ്യും? സ്വീകരിക്കും. എന്നിട്ട് എല്ലാവരും പോയി മഖ്ബറയിൽ ഖബറിന്റെ അടുത്ത് പോയി നിൽക്കും. എന്നിട്ട് ഫാത്തിഹ ഓതി അത് ആയിരക്കണക്കായ കൊല്ലങ്ങൾ നിലനിന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ചില ഭരണാധികാരികൾ ആ കുബ്ബയും സൗകര്യമൊക്കെ നീക്കം ചെയ്തതാണ്. സൗദി അറേബ്യയിലെ പ്രഗത്ഭ മന്ത്രിയായിരുന്ന മുഹമ്മദ് അബ്ദു യമാനിയുടെ ഖദീജ ബിൻത് ഖുവൈലിദ് എന്ന പുസ്തകമാണിത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്, കാര്യങ്ങളെ മനസ്സിലാക്കാൻ. ചില മൗലിദുകൾ, അവരെ പറ്റി ഉണ്ടാക്കിയ ചില മൗലിദുകൾ, ഒരു മൗലിദ് നമ്മൾ ഇവിടെ ചെല്ലാറുണ്ട്. ചില മൗലിദുകളുണ്ട്. ആ മൗലിദുകളുടെ ചില സാമ്പിളുകൾ, അവരുടെ താരീഖ് അനുസ്മരിക്കുന്ന ചില മൗലിദുകളുണ്ട്, ബെയ്ത്തുകളുണ്ട്. മനസ്സിലായില്ലേ? ചില മൗലിദിന്റെ സാമ്പിളുകൾ 1-2 ക്ലാസ്സുകളിലായി ഞങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ആ വിഷയം ക്ലോസ് ചെയ്യാണ്. ഇതൊക്കെ പറയുന്നത് എന്താ? നമ്മൾ ഈ ചെയ്തത് പുതിയതല്ല, പകരം പഴയതാണ്. മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നു പോകുന്ന കാര്യമാണ്. ഇത് ആരോ ചെയ്യുകയല്ല എന്നതിനാണ് ഇവിടെ ചരിത്രകാരൻ എന്ത് കൊണ്ടുവരുന്നത്? ഇത് ഒഫീഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. മനസ്സിലായില്ല? അതിനാണ് ഇവിടെ ചരിത്രകാരൻ എന്ത് കൊണ്ടുവന്നത്? ബാബുസലാമിൽ പുറത്തിറങ്ങുന്ന ആളുകൾ ഭരണാധികാരിയോ ജഡ്ജിയോ വരുന്നത് വരെ
കാത്തിക്കും. മക്കായിലെ ചീഫ് ജഡ്ജി എന്ന് പറഞ്ഞ ആലിമുല്ലമ. എന്നിട്ട് അവരും കൂടെ നടക്കും. തൈലീലും തെക്ബീറും ബെയ്ത്തും ചൊല്ലി അങ്ങനെ നടക്കും. തൈലിൽ എല്ലുന്നവരുണ്ടാവും, തെക്ബീർ എല്ലുന്നവരുണ്ടാവും, ബെയ്ത്തിൽ എല്ലുന്നവരുണ്ടാവും. ആ യാത്രയിൽ അങ്ങനെ നടക്കും. ഒരു ഘോഷയാത്ര പോലെ നടക്കും. ഫീമോ ആ നബിദിന അതന്നെ ഇപ്പൊ പറയാൻ പറഞ്ഞു. നമ്മളെ നബിദിന ഘോഷയാത്ര പോലെ ഇവിടുന്ന് അങ്ങോട്ട് ഏതുവരെ ജന്നത്തുൽ മുഅല്ല വരെയാണ് പോകും. അപ്പോഴത്തിന് അവിടെ ആ മഖബറ സംരക്ഷിക്കുന്നവർ അവരിങ്ങോട്ടും വരും. എന്നിട്ട് വരെ സ്വീകരിക്കും. എന്നിട്ട് എല്ലാവരും കൂടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് എന്തോടും ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആർക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ നടന്ന് അജിയാൽ അനവധി തലമുറകൾ നടന്നു പോയിട്ടുണ്ട്. പിൽക്കാലഘട്ടത്തിൽ ആ കുബ്ബകളും എടുപ്പുകളും സിയാറത്തിന്റെ സൗകര്യങ്ങളും ഇങ്ങനത്തെ ആദത്തുകളും എല്ലാം ചില ഭരണാധികാരികളാൽ തകർക്കപ്പെട്ടു പോയതാണ്. എങ്ങനെയുണ്ട്? ഇപ്പൊ ഇതിനിടക്ക് ഒരാളുടെ ഒരു സോഷ്യൽ മീഡിയയിലെ ക്ലിപ്പ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. എന്താ, ഉമ്രക്ക് കൊണ്ടുപോയിട്ടൊരു മൗലവി ജനങ്ങളെ മുന്നിൽ കാണിക്കുക. എന്തൊരു വിഡ്ഢിത്തരാണ് നമ്മളെ നാട്ടിൽ കാണിക്കണത്. ഇവിടെ വെറും മണ്ണായി കിടക്കണ നിങ്ങൾ കണ്ടില്ലേ? മുഹമ്മദ് അബ്ദു യമാനി സൗദി അറേബ്യയിൽ വിദ്യാഭ്യാസ മന്ത്രി. അയാളുടെ ഖദീജ ബിന്ത് ഖുവൈലിദ് എന്ന പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. എൻ്റെ വകയല്ല. അള്ളാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളിത് ചിന്തിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നിശ്ചയിക്കാൻ കഴിയുമോ? ഇന്നിപ്പോൾ ഈ ആണ്ടറതികളും മറ്റും നടത്തുന്ന ആളുകളെ വിഡ്ഢിയങ്ങളാക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ എന്താണ് അവർക്ക് പറയാനുണ്ടാവുക? ഈ ചരിത്രത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? അവിടെ വെച്ച് ദുആ ചെയ്യും, ഫാത്തിഹ ഓതും, യാസീനോടും, ഒരു ദ്വാർക്കും. മക്കയിലെ ഭരണാധികാരി, ജഡ്ജി, അവരെല്ലാവരും എത്തിച്ചേരും, ദുആ ചെയ്യും. ഇത് പതിവുണ്ടായിരുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.